വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. നമ്മളൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ നാം ഒക്കെ ദുഃഖിച്ചു പോകാറുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ആത്മാർത്ഥമായ പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ യുദ്ധസന്നാഹനായി വന്ന അർജുനൻ താൻ യുദ്ധം ചെയ്യേണ്ടതായ പിതാമഹനായ ഭീഷ്മനെയും തൻ്റെ ഗുരുവായ ദ്രോണാചാര്യയും ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട് അദ്ദേഹം മാനസികമായി തളർന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആയുധം ഗാണ്ഡീവം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നു. അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുന്നു, കൃഷ്ണ, ഞാൻ ആരെയാണ് കൊല്ലേണ്ടത്? എൻ്റെ പിതാമഹനായ ഭീഷ്മനെയോ, എൻ്റെ ഗുരുവായ ദ്രോണാചാര്യയോ, എൻ്റെ ബന്ധുജനങ്ങളെയോ, എൻ്റെ സുഹൃത്തുക്കളെയോ ആരെയാണ് കൊല്ലേണ്ടത്? ഒന്ന് പറഞ്ഞുതാ കൃഷ്ണ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു അർജുനനെ നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ കാണാം. അർജുനൻ വീണ്ടും ചോദിക്കുന്നു, കൃഷ്ണ, ഞാൻ എൻ്റെ പിതാമഹനായ ഭീഷ്മനെ കൊന്നാൽ, ഞാൻ എൻ്റെ ഗുരുവായ ദ്രോണാചാര്യയെ കൊന്നാൽ സമൂഹം എന്നെ എങ്ങനെ കരുതും? ഗുരുവിനെ കൊന്ന ഘാതകൻ, പിതാമഹനെ കൊന്ന ഘാതകൻ എന്ന് ജനങ്ങൾ എന്നെ പരിഹസിക്കുകയില്ലേ കൃഷ്ണ? ഇതിലും ഭേദം ആത്മഹത്യയില്ലേ കൃഷ്ണ എന്ന് ചോദിച്ച് വിലപിക്കുന്ന അർജുനൻ. അതിന് മറുപടിയായി കൃഷ്ണൻ പറയുന്ന വാക്കുകൾ: ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തേക്ത ഉത്തിഷ്ട പരന്തപ. അർജുന, നിന്നെ തളർത്തുന്നത് പിതാമഹനായ ഭീഷ്മനോ, നിന്റെ ഗുരുവായ ദ്രോണാചാര്യരോ, ബന്ധുജനങ്ങളോ, സുഹൃത്തുക്കളോ ഒന്നുമല്ല, നിന്റെ മനസ്സ് തന്നെയാണ് അർജുന നിന്നെ തളർത്തുന്നത്. അർജുന, നീ കൊല്ലേണ്ടത് നിന്റെ ഗുരുവായ ദ്രോണാചാര്യരോ അല്ലെങ്കിൽ നിന്റെ പിതാമഹനായ ഭീഷ്മനെയോ ഒന്നുമല്ല നീ കൊല്ലേണ്ടത്. നീ ഒരു അധർമ്മത്തെയാണ് നശിപ്പിക്കേണ്ടത്, ഒരു അധർമ്മത്തെയാണ് നീ ഇല്ലായ്മ ചെയ്യേണ്ടത്. ഒരുപക്ഷെ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അതൊരു വീരമൃത്യു ആയിരിക്കും. ഒരുപക്ഷെ നീ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ലോകം കണ്ട വില്ലാളി വീരനായ അർജുനൻ വെറും ഭീരുവായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തും. അർജുന, അതുകൊണ്ട് നീ ഉണരൂ, നീ എഴുന്നേൽക്കൂ, നീ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്ന കൃഷ്ണൻ്റെ പ്രചോദിതമായ വാക്കുകൾ കേട്ട് സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന പോലെ ആയുധമെടുത്ത് യുദ്ധം ചെയ്തുകൊണ്ട് വിജയശ്രീലാളിതനായി മടങ്ങുന്ന അർജുനനെ നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ കാണാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒന്ന് കൈപിടിച്ചുയർത്താൻ ഒരു ആത്മാർത്ഥമായ സുഹൃത്തുണ്ടായിരുന്നെങ്കിലെന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്.